അസ്സലാമു അലൈക്കും. എന്നെ ക്ഷമിക്കണം, ബഹുമാനപ്പെട്ട ഉസ്താദ് നേരത്തെ പറയുണ്ടായി, മുജാഹിദിനെ പോലെയല്ല, എത്ര ചോദ്യം വേണമെങ്കിലും ചോദിക്കാം. ഒറ്റ ചോദ്യത്തിൽ അവസാനിപ്പിച്ച് ഇറങ്ങി പോകാൻ പറയില്ല. ഞങ്ങൾ എല്ലാ ചോദ്യങ്ങളും കേൾക്കാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് വീണ്ടും ചോദിക്കുന്നത്. ഉസ്താദ് പറഞ്ഞു, ഹറമില് എല്ലാവരും ഒത്തുകൂടുന്ന ജനലക്ഷങ്ങൾ വരുന്നത് കൊണ്ട് അവിടെ മദ്ഹബ് മാറി നിന്നിട്ട് ഹജ്ജ് ചെയ്യണം. അപ്പോൾ ഞാൻ മറിച്ച് ചോദിക്കുകയാണ്, മദീനയില് സ്ത്രീകൾക്ക് പോകാനായിട്ട് സിയാറത്ത് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ആണ്, ആണുങ്ങൾക്ക് സെപ്പറേറ്റ്. അവിടെ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ ഇതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. അസ്സലാമു അലൈക്കും. എന്താണ് ഇപ്പോൾ അവിടെ വിശദീകരിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ പറഞ്ഞതിൽ ഒരു തകരാറ് ഞാൻ ഒന്നുകൂടി, ഹജ്ജ് ചെയ്യുമ്പോൾ മദ്ഹബ് മാറുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. തവാഫിൽ മദ്ഹബ് ഉളു മുറിയുന്ന വിഷയം വരുമ്പോൾ അതിൽ മദ്ഹബ് മാറുന്നു എന്നാണ്. ഹജ്ജിന് ഒന്നാകെ മദ്ഹബ് മാറണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ കേട്ടിടത്തുള്ള തകരാറാണ്. തകരാറുണ്ടാകാൻ കാരണം ഞാൻ മറുപടി പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ, നിങ്ങൾ മദീനയിൽ സ്ത്രീകൾക്ക് വേറെ വഴിയാണ്, പുരുഷന്മാർ എന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല. അത് എന്താ നിങ്ങൾക്ക് അവിടെ വിശദീകരിച്ച് തരേണ്ടത് എന്നാണ് എനിക്കറിയേണ്ടത്. ഹലോ, ഉസ്താദ് പറഞ്ഞു ഹറമിൽ ചെല്ലുമ്പോൾ അവിടെ എന്താണ് അനഫി അമ്പലി മദ്ഹബ് അനുസരിച്ച് കാര്യങ്ങൾ നീക്കുന്നത് അവിടെ ഒതു മുറിയുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞു. ആ കുട്ടി ഇങ്ങനെ നടന്ന് എല്ലാരും ചൂട്ടിൽ കുശു 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 പറയാണല്ലോ. മറിച്ച് മദീനയിലും അതേപോലെ സൗദി അറേബ്യയിലെ നാനാ പള്ളികളിലും എല്ലായിടത്തും നമസ്കാരങ്ങളും ഈ കാര്യങ്ങള്, അതായത് നബി സല്ലല്ലാഹു അലൈഹി സലഫ് സാലിഹ്യങ്ങൾ എന്താണ് പിൻപറ്റിയിരിക്കുന്നത്, എന്താണ് ചെയ്തിരിക്കുന്നത്, അത് പിൻപറ്റുന്നതാണ് എല്ലാ പള്ളികളും. അങ്ങനെ എല്ലാ പള്ളികളിലും നടക്കുന്നത്. അവിടെ ബിസ്മി ഉറക്ക ഓതാറില്ല. 2, അവിടെ എന്താണ് കുനൂത്ത് ഓതാറില്ല, തിരിഞ്ഞിരുന്ന് ദിക്ർ ചൊല്ലി കൊടുക്കാറില്ല, ദുആ ചെയ്യാറില്ല. കൂട്ടപ്രാർത്ഥന എന്നാൽ ചെയ്യാറുണ്ട്, മഴയ്ക്ക് വേണ്ടിയും അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. അപ്പൊ അതല്ല വിഷയം. അവിടെ എന്താ മദ്ഹബ് മാറേണ്ട വിഷയം എന്താ? ഞാനിവിടെ ഒരു ഹജ്ജ് യാത്രക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു പണ്ഡിതൻ ഇന്ന് പ്രസംഗിച്ച് ഞാൻ കേട്ടു. നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഇവിടുന്ന് ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് അടുത്തുള്ളൊരു പണ്ഡിതൻ തന്നെ പറഞ്ഞത്, അതിന് വേണമെങ്കിൽ ഞാൻ ആളെ പറയാൻ ചെയ്യാം. ഇവിടുന്ന് നിങ്ങൾ പോകുമ്പോൾ മദ്ഹബ് മാറിയിട്ട് വേണം പോകാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒതു മുറിയുന്നതായിരിക്കും. ഫ്ലൈറ്റിൽ കയറുമ്പോൾ സ്ത്രീകൾ അടുത്തുണ്ടാവും, അവിടെ ചേർന്നിരിക്കേണ്ടവരും നിങ്ങളുടെ ഒതു മുറിയും. അപ്പോൾ ഇവിടുന്ന് മദ്ഹബ് മാറണ്ടേ, പുത്തൻ വാദിയാകണ്ടേ, 75 വയസ്സ് അല്ലല്ല, ഒരു മിനിറ്റ് പ്ലീസ് 75 വയസ്സ് വരെ എന്റെ വാപ്പ ഉമ്മ ചെയ്ത് നിങ്ങളെ പോലെയുള്ള പണ്ഡിതന്മാര് പഠിപ്പിച്ചത് അത് പിൻപറ്റി വന്നിട്ട് ഒരു സുപ്രഭാതത്തില് ഹജ്ജിന് പോകാനായിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നെല്ലാം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയും കൊണ്ടുവരുമ്പോ പറയാണ്, മദ്ഹബ് മാറിക്കോട്ടോ, എന്നാലാണ് ഹജ്ജ് സ്വീകരിക്കോളൂ. തല തടകുന്നത് ഇങ്ങനെ തടകണോന്ന്, നിങ്ങൾ തടകുന്നത് ഇങ്ങനെയായിരിക്കും. പക്ഷെ യഥാർത്ഥ ഞങ്ങൾ, അതായത് ബിദ്അത്ത് എന്ന് നിങ്ങൾ പറഞ്ഞു, അതായത് മുജാഹിദ് ഞാൻ മുജാഹിദ് ആദർശക്കാരനാണ്. യഥാർത്ഥ ഒരു മുജാഹിദ് ആദർശക്കാരൻ എന്ന് പറഞ്ഞാൽ ഉസ്താദ് തെറ്റിദ്ധരിച്ചു പോയി. സലഫ് സാലിഹ്യങ്ങളെ പിൻപറ്റുന്നവനാണ് അവനാണ് യഥാർത്ഥത്തിൽ മുജാഹിദ്. യഥാർത്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റുന്നവനെയാണ് മുജാഹിദ് എന്ന് പറയുന്നത്. അവൻ സലഫ് സാലിഹ്യങ്ങള്, അല്ലാതെ ഉസ്താദ് പറയുന്നതല്ല. ഉസ്താദ് തെറ്റിദ്ധരിച്ചിട്ട് പറയുന്നതാണ്. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. നിങ്ങൾ പറയാനുള്ളത് മാത്രം പറഞ്ഞാൽ പോരാ, ഞാൻ പറയാനുള്ളത് കേൾക്കാനുള്ള മനസ്സുകൂടി നിങ്ങൾക്ക് ഉണ്ടാവണം. അങ്ങനെ ആകുമ്പോഴേ വിഷയം വിജയിക്കുള്ളൂ. നിങ്ങൾ ആ പറഞ്ഞത് തനി അബദ്ധമാണ്, അസംബന്ധമാണ് എന്ന് പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്. എന്താന്ന് വെച്ചാൽ നിങ്ങൾ പോകരുത്. അതെന്താ അറിയോ, നിങ്ങൾ കേൾക്കാതെ മൂപ്പര് കേൾക്കുന്നുണ്ട്. ഓക്കെ കേൾക്കണം. ഞാൻ പറയുന്നത് കേൾക്കണം, എന്നാലേ അർത്ഥത്തിന്. നിങ്ങളെ വാദം പറഞ്ഞത് കൊണ്ടാവില്ല. അതൊക്കെ എന്താ നമുക്ക് സുഖത്തിന് വേണ്ടി പറയാം. മുജാഹിദ് ആദർശം എന്ന് പറഞ്ഞാൽ റസൂലിന്റെ സുന്നത്തും സഹാബത്തും പഠിപ്പിച്ചതാണ് എന്ന് നിങ്ങൾ സുഖത്തിന് ഇങ്ങനെ പറയാന്നല്ലാതെ അതൊക്കെ നിങ്ങൾക്ക് നല്ല റാഹത്ത, ഉറക്കം നന്നായി കിട്ടാൻ നന്നായിരിക്കും. അല്ലാതെ അത് ഇസ്ലാമുമായും സത്യവുമായും പുലബന്ധമില്ലാത്ത സംഗതിയാണ് എന്ന് നിങ്ങൾ ഓർക്കണം. അത് നന്നായി എനിക്ക് പറയേണ്ടതുണ്ട്. നിങ്ങൾ അവസരം തന്നതിന് നിങ്ങൾക്ക് വലിയ ഒരു നന്ദി ഞാൻ രേഖപ്പെടുത്താണ് ആദ്യമായിട്ട്. രണ്ടാമത്തത് എന്താന്ന് വെച്ചാല്, ഇപ്പൊ നിങ്ങളെ ചോദ്യത്തിൽ നിന്ന് ആദ്യം ഞാൻ മറുപടി പറയും. ചോദ്യത്തിൽ നിന്ന് തന്നെ സ്പഷ്ടമായി ഞാൻ പറഞ്ഞ കാര്യമാണ് ഇപ്പൊ അവിടെ ഉള്ളത്. അതായത് ഹജ്ജിന് ഉളു മുറിയുന്ന ഒരു വിഷയമുണ്ട്. സ്ത്രീകളെ തൊടുമ്പോ അത് മുറിയാതിരിക്കാൻ വേണ്ടി നിങ്ങൾ മദ്ഹബ് മാറണം എന്നാണ് ഇവിടുന്ന് പോയ പണ്ഡിതൻ പറഞ്ഞത് എന്നപ്പൊ നിങ്ങൾ പറഞ്ഞത്. അതന്നെ ഞാനും പറഞ്ഞത്. വിഷയം കഴിഞ്ഞു. ഹനഫി മദ്ഹബ് അനുസരിച്ച് മാറണം എന്ന് ഞാൻ പറയുന്നത് എന്താ,
അത് ഉളു മുറിയാതിരിക്കണം. അല്ലാതെ ഹജ്ജ് ഒന്നാകെ സഹിയാവണമെങ്കിൽ ഹനഫി മദ്ഹബ് മാറണമെന്ന് ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല, അത് പറയൂല. അങ്ങനെ ഒരാൾ പറഞ്ഞത് തെളിയിക്കാൻ കഴിയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിയിടത്തുള്ള തകരാറാണ്. ഞങ്ങൾ ഈ പറഞ്ഞത് തന്നെയാണ് ആ പണ്ഡിതൻ പറഞ്ഞത്. ഇത് നിങ്ങൾ തന്നെ ഇപ്പൊ സമ്മതിച്ചതിൽ നിങ്ങൾക്ക് രണ്ടാമത് നന്ദിയുണ്ട്. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം, അതായത് ഹനഫി മദ്ഹബ് ആറുമ്പോ പുത്തംവാദി നിങ്ങൾ പറഞ്ഞു. അത് പോക്കറ്റിൽ നിന്ന് എടുത്തതാണ്, ഞങ്ങളോട് പറയണ്ട. ഹനഫി മദ്ഹബ് ആകുമ്പോ പുത്തംവാദി ആകുന്നില്ല. ഹനഫി മദ്ഹബ് എന്ന് പറഞ്ഞാൽ അബൂ ഹനീഫ ഇമാമിനെ പിൻപറ്റി ജീവിക്കുന്നവർ എന്നാണ്. മുജാഹിദിന്റെ ഭാഷയിൽ അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബ് പിൻപറ്റി ജീവിക്കുമ്പോ അയാള് കുഫ്രിയത്ത് വരെ ആകുന്ന സൽസബീലിൽ എഴുതിയിട്ടുണ്ട്. 4 മദ്ഹബിൽപ്പെട്ട ഏതെങ്കിലും ഒരു മദ്ഹബ് സ്വീകരിച്ചാൽ അത് കുഫ്രിയത്ത് വരെ ആകുമെന്ന് ഇതാ മുജാഹിദുകൾ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെ ഹനഫി മദ്ഹബ് സ്വീകരിക്കുമ്പോൾ അത് പുത്തംവാദി നിങ്ങൾ പറയാ? ആ പൂതി മനസ്സിലവിടെ വെച്ചോളി. 2, മറ്റൊരു കാര്യങ്ങൾ പറഞ്ഞത്, മുജാഹിദ് ആകുമ്പോ ഉസ്താദ് തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ്. മുജാഹിദ് ആകുമ്പോ റസൂല് പഠിപ്പിച്ച സുന്നത്ത് മാത്രം നിർവഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. സലഫികൾ എന്നാണ്, സലഫുകളുടെ അഖീദയും വിശ്വാസവും ഞങ്ങൾക്കുള്ളത്. സലഫ് എന്ന് പറഞ്ഞാൽ ആരാ? സ്വഹാബത്ത്, താബിഉകൾ, തബഉ താബിഉകൾ. ഇവർക്ക് ആ സലഫു സ്വാലിഹുകൾ എന്ന് പറയാ. നിങ്ങൾ മനസ്സിലാക്കണം. ഈ സലഫു സ്വാലിഹുകൾ ആരെങ്കിലും, ഞാൻ ചോദിച്ചോട്ടെ, ഒരൊറ്റ പോയിന്റ് 100 പറയാൻ ഇവിടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഇവിടെ നൽകുന്ന പ്രഭാഷണ സീഡികളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. ഒറ്റ കാര്യം ഞാൻ പറയാം. സ്വഹാബികൾ, താബിഉകൾ, തബഉ താബിഉകൾ ആരെങ്കിലും ഒരാൾ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാറത്തിങ്കൽ പോയി അവിടുന്ന് റസൂലിനെ തവസ്സുലാക്കി പ്രാർത്ഥിച്ചാല്, റസൂലിനോട് ശഫാഅത്ത് തേടിയാല് അയാള് മുശ്രിക്കാകും, കാഫിറാകും, ജൂതനാകും, ക്രിസ്ത്യാനിയാകും എന്ന് പറഞ്ഞ ഒരു സലഫു സാലിഹിനെ കാണിക്കാൻ കേരളത്തിലെ മുജാഹിദുകളുടെ, നിങ്ങളല്ല, നിങ്ങളൊക്കെ അവര് പഠിപ്പിച്ചു തരുന്ന ഷീട്ട് കിട്ടിയ മൗലവിമാര് പറഞ്ഞു തരുന്ന ദുർവ്യാഖ്യാനം മാത്രം കേട്ട് പരിചയമുള്ളവല്ല. ഞങ്ങൾ അങ്ങനെയല്ല. ഖുർആനും സുന്നത്തും 10 കൊല്ലം പഠിക്കും, 15 കൊല്ലം 20 കൊല്ലം ദർസ് നടത്തിയ പണ്ഡിതന്മാര് മുജാഹിദ് പ്രസ്ഥാനത്തെ സ്പെഷ്യൽ ചെയ്ത് ഞങ്ങൾ അത് വേറെയും പഠിക്കും. അങ്ങനെയുള്ളവരാ ഞങ്ങള്. നിങ്ങൾക്ക് അതൊന്നും ഭാഗ്യം കിട്ടിയിട്ടില്ല. അള്ളാഹു നിങ്ങൾക്കും ഹിദായത്ത് നൽകട്ടെ എന്ന് ഞാൻ ദ്വാരക്കുകയാണ്. ഒരൊറ്റ കാര്യം ഞാൻ ചോദിക്കുന്നു, ഈ സ്വഹാബികൾ, നിങ്ങൾ മൗലവിമാരോട് ചോദിക്കണതൊക്കെ, ഈ സ്വഹാബികൾ, താബിഉകൾ, തബഉ താബിഉകൾ, ഇവർക്കാണല്ലോ സലഫ്, മുൻഗാമികൾ നമ്മൾ ഒറ്റ വാക്കിൽ പറയാം. ആരെങ്കിലും പറഞ്ഞോ അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് തേടിയാൽ, റസൂലുള്ളാഹിന്റെ ഖബറിന്റെ ജാറത്തിങ്കൽ ചെന്ന് തവസ്സുൽ ചെയ്താല്, ശഫാഅത്ത് തേടിയാല് ഓ മുശ്രിക്കാണ്, കാഫിറാണ്, അവൻ ജൂതനാണ്, ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞ ഒരൊറ്റ സ്വഹാബിയെ കാണിച്ചു തരാൻ കഴിയോ? ഒരൊറ്റ താബിയെ കാണിച്ചു തരാൻ കഴിയോ? ഒരൊറ്റ തബഉ താബിയെ കാണിച്ചു തരാൻ കഴിയോ? ഒരു മദ്ഹബിന്റെ ഇമാമിനെ കാണിച്ചു തരാൻ കഴിയോ? കഴിയില്ല. നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളെ പറ്റിയല്ല കേട്ടോ, നിങ്ങൾക്ക് ഏതായാലും കഴിയില്ല, മൗലവിമാർക്കും കഴിയില്ല. എന്നാ പഠിച്ചോളൂ നിങ്ങൾ. കേരളത്തിലെ മുജാഹിദ് പറയുന്നത് എന്താ? മുജാഹിദിന്റെ ഇസ്ലാഹി മാസികയാണ്, ഞാൻ വായിക്കാം. ആഗ്രഹ സഫലീകരണങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കേട്ടോളൂ, മഖ്ബറകൾ തേടിപ്പോവുകയല്ല നാം വേണ്ടത്. അത് ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും പാരമ്പര്യമല്ല, മറിച്ച് മക്ക മുശ്രിക്കുകളുടെയും ജൂത ക്രിസ്ത്യാനികളുടെയും സമ്പ്രദായമാണ്. അപ്പൊ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി മഖ്ബറയിലേക്ക് പോയാൽ അവൻ ജൂതനാണ്, അവൻ ക്രിസ്ത്യാനിയാണ്, മക്ക മുശ്രിക്കാണ്. കേരളത്തിലെ മുജാഹിദ് മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. ഞാൻ പറയുന്നത് കളവാണെങ്കിൽ എന്നെ പിടികൂടാം, ഇവിടെ ഉറക്കെ വിളിച്ചു പറയാം. മുജാഹിദ് എഴുതി വെച്ചത് അങ്ങനെയാണ്. ഇത് ഞാൻ ചോദിക്കട്ടെ, സലഫു സ്വാലിഹ് എന്ന് പറഞ്ഞ സ്വഹാബികളാണല്ലോ ഒന്നാമത്തെ ആളുകൾ. അവരെന്താ ഈ വിഷയത്തിൽ ചെയ്തത്? ഒരൊറ്റ സാമ്പിൾ ഞാൻ പറയാ. ഇമാം നവവി ഹിജ്റ 676 ജീവിച്ച പണ്ഡിതൻ, വഫാത്തായ പണ്ഡിതൻ, തന്റെ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ഉഖ്ബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. അദ്ദേഹം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുമ്പോ ഷാമിലുള്ള ഇസ്ലാമിക ഖിലാഫത്തിന്റെ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥനാണ്. ഷാമിൽപ്പെട്ട ഡമസ്കസ്, ഇന്നത്തെ സിറിയയുടെ തലസ്ഥാനം, ആ ഡമസ്കസ് മുസ്ലിമീങ്ങൾക്ക് ഫത്ഹായപ്പോ സഹോദരന്മാര് ചിന്തിക്കണം, അത് ഫത്ഹായ വിവരം പറയാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉഖ്ബ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് വരികയാണ്. ഉമർ റളിയല്ലാഹു
റളിയല്ലാഹു അൻഹുവിനെ കാണുന്നു, വിഷയം പറയുന്നു. സിറിയയിൽ നിന്ന്, ഡമസ്കസിൽ നിന്ന്, ഷാമിൽ നിന്ന് മദീനയിലേക്ക് എത്തുന്നത് 7 ദിവസം യാത്ര ചെയ്തുകൊണ്ടാണ്. 7 ദിവസം യാത്ര ചെയ്തിട്ടാ മദീനയിൽ എത്തിയത്. അങ്ങനെ ഉഖബ റളിയല്ലാഹു അൻഹു തിരിച്ചു പോകാൻ സമയത്ത് ചിന്തിക്കുന്നു, പടച്ചോനെ എനിക്ക് ഇനി തിരിച്ച് 7 ദിവസം യാത്ര ചെയ്യാൻ കഴിയില്ല, ഞാൻ എന്താ യാത്ര ഒന്ന് ചുരുക്കി കിട്ടണം. എന്താ സ്വീകരിച്ച നിലപാട്? അദ്ദേഹം പോയത് ഇലാ ഹദ്റത്തി ഹബീബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിലേക്കാണ്. റസൂൽ വഫാത്തായി, സിദ്ദീഖുൽ അക്ബർ വഫാത്തായി, ഉമറുൽ ഫാറൂഖ് രാജ്യം ഭരിക്കുമ്പോഴാ സംഭവം. അങ്ങനെ റസൂലുള്ളാഹിന്റെ ജാറത്തിങ്കൽ ചെന്നു. എന്തിനാ ചെല്ലുന്നത്? ഉദ്ദേശ സാഫല്യത്തിന് ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് പറഞ്ഞതെന്താ, ചെയ്തതെന്താ? തന്റെ യാത്രാ ദൈർഘ്യം ചുരുങ്ങി കിട്ടാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂലിനെ ഇടയാളനാക്കി. റസൂലിന്റെ ജാറത്തിങ്കൽ വെച്ച് ദ്വാരക്കുന്നു, റസൂലിനോട് ശഫാഅത്ത് തേടുന്നു. ഞാൻ പറയല്ല, ഇമാം നവവി പറയുന്നു. എന്നിട്ടോ ആ കാരണത്തിനാൽ 7 ദിവസം യാത്ര ചെയ്ത ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു 2.5 ദിവസം കൊണ്ട് അങ്ങോട്ട് തിരിച്ചെത്തുന്നു. 2.5 ദിവസം കൊണ്ട് തിരിച്ചു പോകുന്നു. ആരംഭ റസൂലിന്റെ ഖബറിങ്കൽ ചെന്ന് ദുആർന്ന കാരണത്തിനാൽ, റസൂലിനെ കൊണ്ട് ശഫാഅത്ത് തേടിയ കാരണത്തിനാലും ബഹുമാനപ്പെട്ട ഉഖബ റളിയല്ലാഹു അൻഹു 7 ദിവസം ചെയ്ത യാത്ര 2.5 ദിവസമാക്കി ചുരുക്കുന്നു. തന്റെ വഴി ചുരുങ്ങി കിട്ടാൻ വേണ്ടി. ഞാൻ ചോദിക്കട്ടെ, മുജാഹിദിന്റെ നേതാവ് ഈ പുസ്തകത്തിൽ എഴുതിയത്, ഇങ്ങനെ ഒരാൾ ചെന്നാൽ അയാൾ ജൂതനാണ്, ക്രിസ്ത്യാനിയാണ്, മക്ക മുശ്രിക്കാണ്. എന്റെ ഇടത്തെ കയ്യിലുള്ള മുജാഹിദിന്റെ മാസിക എഴുതുന്നു, ഉഖബത്ത് ബിൻ ആമിർ എന്ന റസൂലിൽ നിന്ന് ഇസ്ലാം പഠിച്ച സ്വഹാബി തന്റെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി റസൂലുള്ളാഹി തങ്ങളുടെ ജാറത്തിങ്കൽ പോയി ശഫാഅത്ത് ചെയ്യുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇയാൾ സ്വഹാബിയല്ലേ, സലഫു സ്വാലിഹല്ലേ, ഒരു മുശ്രിക്കായോ, കാഫിറായോ, ജൂതനായോ, ക്രിസ്ത്യാനിയായോ? മുജാഹിദ് പ്രസ്ഥാനം എവിടെ നിൽക്കുന്നു? ഉസ്താദ് തെറ്റിദ്ധരിച്ചതല്ല, നിങ്ങളെ മൗലവിമാര് തെറ്റിദ്ധരിപ്പിച്ചതാണ്. സ്വഹാബിയായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച തൗഹീദാ ഞങ്ങൾ ഈ പറയുന്നത്. അത് രേഖപ്പെടുത്തി വെച്ചത് ലോകത്തെ തുല്യതയില്ലാത്ത പണ്ഡിതൻ ഇമാം നവവി റഹിമഹുല്ലാ തന്റെ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിലാണ്. ഹറക്കത്തിടാത്ത അറബി വാക്യങ്ങൾ വായിക്കാൻ അറിയുന്ന മൗലവിമാർ ഈ സദസ്സിലുണ്ടോ? കടന്നു വരണം, നിങ്ങൾ നോക്കണം, ഇത് ഉറപ്പുവരുത്തണം. ഞാൻ ഈ പറഞ്ഞത് തെറ്റാണെങ്കിൽ 1000 കുതിരശക്തിയോടെ ഈ മൈക്കയുടെ മുമ്പിൽ വന്ന് വിളിച്ചു പറയണം. നിങ്ങൾ കഴിയുമോ? നിങ്ങൾക്ക് ഉമ്മ വെച്ച ആൺകുട്ടികളുണ്ടോ ഇവിടെ? ഞാൻ വെല്ലുവിളിക്കുന്നു. കഴിയോ? നിങ്ങൾ പറയണം. എന്നിട്ട് നിങ്ങൾ പറയുന്നത് എന്താ? ഉസ്താദ് തെറ്റിദ്ധരിച്ചതാണ്, ഉസ്താദ് പഠിച്ചു ധരിച്ചതാണ്. പഠിച്ചു ധരിച്ചത്, തെറ്റിദ്ധരിച്ചതല്ല. കഴിഞ്ഞോ? ഇത് ഒരു സഹാബി. ഇനി ഞാൻ സഹാബികളിൽ നിന്ന് മാറുന്നു, താബിഈകളിലേക്ക് കടക്കുന്നു. താബിഈകളുടെ പ്രമുഖ നേതാവ്, സഹീഹുൽ ബുഖാരിയിൽ 18 തവണ ഹദീസ് ഉദ്ധരിച്ച വ്യക്തി, സഹീഹ് മുസ്ലിമിൽ 32 തവണ ഹദീസ് ഉദ്ധരിച്ച വ്യക്തി ആരാ? മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ തങ്ങൾ. ഹിജ്റ 30 ജീവിച്ച മഹാപണ്ഡിതൻ, ഒട്ടേറെ സ്വഹാബികളെ നേരിൽ കണ്ട പണ്ഡിതൻ. ഇമാം ഷാഫി തങ്ങളുടെ ഉസ്താദായ, ഇമാം മാലിക് തങ്ങളുടെ ഉസ്താദായ ഇമാം ഇബ്നുൽ മുൻകദിർ തങ്ങൾ. സഹീഹുൽ ബുഖാരിയുടെ ഇമാം ബുഖാരിയുടെ ഉസ്താദുമാരിൽപ്പെട്ടവർ. ഇബ്നുൽ മുൻകദിർ തങ്ങൾ മദീനത്തെ പള്ളിയിലെ മുദർരിസാണ്. ഒരു ദിവസം ദർസ് നടത്തുന്നു. കാന ഇബ്നുൽ മുൻകദിർ യജ്ലിസു മഅ അസ്ഹാബിഹി ഫകാന യുസീബുഹു സുമാതുൻ. മഹാനവറുകൾക്ക് ടെൻഷൻ ഉണ്ടാകുന്നു, പ്രയാസം ഉണ്ടാകുന്നു. ഫകാന യഖൂമു ഹത്താ ഹുവ കമാ ഹുവ. ആ രൂപത്തിൽ അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. നേരെ പോയത് എങ്ങോട്ടാ? ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാറത്തിങ്കലേക്ക് പോകുന്നു. അവിടെ ചെല്ലുന്നു. എന്നിട്ടോ കുറെ സമയം അവിടെ ചെലവഴിക്കുന്നു. തിരിച്ചു പോന്നു. തിരിച്ചു പോന്നു. ശിഷ്യന്മാര് ചോദിച്ചു, എന്തേ ഉസ്താദ് എപ്പോ ഉണ്ടായത്? മഹാനവറുകൾ പറയുന്ന മറുപടി, ഫഖാല ഇന്നഹു യുസീബുനി ഖതറുൻ. എനിക്ക് പ്രയാസം എന്നെ പിടികൂടുന്നു. ഫഇദാ വജത്തു ദാലിക. അങ്ങനെ എനിക്ക് പ്രയാസമുണ്ടായാൽ ഇസ്തഅൻതു ബിഖബരിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എന്റെ പ്രയാസം തീരാൻ വേണ്ടി ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിങ്കൽ പോയി ആ റസൂലിനോട് സഹായം തേടുന്നു. പറയുന്നത് ആരാ? ഇബ്നുൽ മുൻകദിർ തങ്ങൾ. മുജാഹിദുകളുടെ ഭാഷയിൽ കേന്ദ്രം പ്രസിദ്ധീകരിച്ച പുസ്തകം വിശ്വാസ കാര്യങ്ങൾ എന്റെ കൈവശമുണ്ട്. ശിർക്കാണ് എഴുതി വച്ചിരിക്കുന്നു. ഇസ്ലാഹി മാസിക പറയുന്നതോ അവൻ ജൂതനാണ്, ക്രിസ്ത്യാനിയാണ്, മുശ്രിക്കാണ്.
ഈ പുസ്തകം അബ്ദുൽ ഹഖ് സുല്ലമി ആമയൂർ എഴുതിയ പുസ്തകം KNM പ്രസിദ്ധീകരിച്ച പുസ്തക. ഇതിൽ പറയുന്നു കൊടിയ ശിർക്കാണ്, വ്യക്തമായ ശിർക്കാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഇമാം ഇബ്നുൽ മുൻകദിർ മുശ്രിക്കായോ? നിങ്ങൾ, എനിക്കറിയാം ഇവിടെ നിന്ന് നിങ്ങൾ ഇത് സമ്മതിക്കില്ലെങ്കിലും ഇന്ന് ഉറങ്ങുമ്പോൾ നിങ്ങൾ നെഞ്ചത്ത് കൈവെക്കുമെന്ന് എനിക്കറിയാം. ഈ ലോക മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്ന പ്രവണത നിർത്താൻ സമയമായിരിക്കുന്നു. ഈ ഇബ്നുൽ മുൻകദിർ ബുഖാരിയുടെ ഉസ്താദുമാരിൽപ്പെട്ടവർ മുശ്രിക്കായോ കാഫിറായോ? ഇത് സലഫു സാലിഹല്ലേ? എന്താണ് നിങ്ങൾ കേൾക്കുന്നത്? എന്താണ് നിങ്ങൾ പറയുന്നത്? ഇവർ മുശ്രിക്കായി എന്നാണോ വാദം? എന്നാലും മുജാഹിദ് രക്ഷപ്പെടുന്നില്ല. എന്തേ കാര്യം എന്നറിയോ? ഈ ഇമാം ഇബ്നുൽ മുൻകദിറിൽ നിന്ന് 18 തവണ ഹദീസ് ഉദ്ധരിച്ച ഇമാം ബുഖാരി, മുശ്രിക്കിൽ നിന്ന് ഹദീസ് ഉദ്ധരിച്ച ബുഖാരിയെ മുജാഹിദിനെ സ്വീകരിക്കാൻ പറ്റുമോ? അപ്പൊ ഇമാം ബുഖാരിക്ക് അറിയാം റസൂലുള്ളാന്റെ ജാറത്തിങ്ക പോയി തേടിയത് കൊണ്ട് ഒരു കുഴപ്പമില്ല, മുശ്രിക്കാവൂല എന്ന് ഇമാം ബുഖാരി മനസ്സിലാക്കി. ഇമാം മുസ്ലിം മനസ്സിലാക്കി. 32 തവണ ഹദീസ് ഉദ്ധരിച്ചു സ്വഹീഹ് മുസ്ലിമിൽ. ഇത് ശിർക്കിന്റെ പ്രവർത്തനമല്ല, ഹറാമായ പ്രവർത്തനമല്ല, കാഫിറാകുന്ന പ്രവർത്തനമല്ല. ലോക മുസ്ലിമീങ്ങൾ പഠിപ്പിക്കുന്നു. ഇത് ഉദ്ധരിച്ചത് സമസ്തയുടെ ബുക്കിലല്ല. നിങ്ങളുടെ നേതാവ് ഇബ്നു തൈമിയ്യയുടെ പ്രിയപ്പെട്ട ശിഷ്യൻ, ബിദഈകൾക്ക് സ്വീകാര്യനായ ഹാഫിളുദ് ദഹബിയുടെ സിയറു അലാമിൻ നുബല എന്ന ഗ്രന്ഥത്തിലാണ്. അതിന്റെ 3-ാം വാള്യമാണ് എന്റെ കയ്യിൽ. 100 എണ്ണം പറയാൻ എനിക്ക് കഴിയും. ഞാൻ ഒന്നുകൂടി പറയാ. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു കേരളത്തിലെ 7-ാം സമ്മേളന സുവനീറിൽ മുജാഹിദ് എഴുതിയതെന്താ? ഇതുപോലത്തെ ഒരു പണ്ഡിതൻ വന്നിട്ടില്ല എന്നല്ലേ. ആ ഷാഫി ഇമാമിന്റെ അവസ്ഥ എന്താ? ഇമാം ഷാഫി ജനിച്ചത് ഹിജ്റ 150-ലാണ്. ആ ദിവസമാണ് ഇമാം അബു ഹനീഫ തങ്ങൾ വഫാത്താകുന്നത്. രണ്ടുപേരും കണ്ടിട്ടില്ല. അബു ഹനീഫ ഇമാമിന്റെ ജാറം എവിടെ? ബഗ്ദാദിലാ ഉള്ളത്. ഷാഫി ഇമാം ബഗ്ദാദിൽ വരുമ്പോ മഹാനവറുകൾ പറയുന്നു, ഇന്നി ലഅതബറകു ബി അബി ഹനീഫത വഅജീഉ ഇലാ ഖബരിഹി. ഞാൻ അബു ഹനീഫ ഇമാമിന്റെ ഖബറിങ്കൽ പോകുന്നു, അവിടെ പോയി ഞാൻ ബറക്കത്ത് എടുക്കുന്നു. കേരളത്തിലെ മുജാഹിദ് പറഞ്ഞത് എന്താ? ഖബറിങ്കൽ ചെന്ന് ബറക്കത്ത് എടുക്കുന്നത് ശിർക്കാണ്. ഇമാം ഷാഫി മുശ്രിക്കായോ? ഇമാം ഷാഫി കാഫിറായോ? ഖുർആൻ അറിയില്ല, ഹദീസ് അറിയില്ല, തൗഹീദ് അറിയില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, അബൂ ഹനീഫ ഇമാമിന്റെ ജാറത്തിങ്കൽ ചെന്ന് ഞാൻ ബറക്കത്ത് എടുക്കുന്നു. മാത്രമല്ല ഫൈദാ അറളത് ലി ഹാജത്തുൻ, എനിക്ക് പ്രത്യേകം വല്ല ആവശ്യവും ഉണ്ടായാൽ, ആഗ്രഹ സഫലീകരണം ഉണ്ടായാൽ ഞാൻ ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയോ? സ്വല്ലൈതു റകഅതൈനി, ഞാൻ 2 റകഅത്ത് നിസ്കരിക്കും. നിസ്കരിച്ചിട്ട് ഉദ്ഊനി അസ്തജിബു ലക്കും എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നേരിട്ട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് ചോദിക്കൂല. ഞാൻ ചെയ്യുന്ന പരിപാടി എന്താ? വജിഅതു ഇലാ ഖബരിഹി, അബൂ ഹനീഫ ഇമാമിന്റെ ജാറത്തിങ്കലേക്ക് ഞാൻ പോകുന്നു. ജാറത്തിങ്കൽ ചെന്നുകൊണ്ട് വസഅൽതുല്ലാഹൽ ഹാജത ഇൻദഹു, അവിടെ വെച്ച് ഞാൻ ദുആ ചെയ്യുന്നു. അങ്ങനെ അബൂ ഹനീഫ ഇമാമിന്റെ ഖബറിങ്കൽ ചെന്ന് ബറക്കത്തെടുക്കുകയും അവിടെ വെച്ച് ദുആ നടത്തുകയും ചെയ്താൽ ഫമാ തബ്ഉദു അന്നി ഹത്താ തുഖ്ലാ, എന്റെ ഉദ്ദേശ്യം നിറവേറാതിരുന്നിട്ടില്ല. പറയുന്നതാരാ? ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. 10 ലക്ഷത്തോളം ഹദീസ് പാണ്ഡിത്യമുള്ള ലോക പ്രശസ്ത പണ്ഡിതൻ. കേരളത്തിലെ മുജാഹിദ് എഴുതിയതോ? അങ്ങനെ ജാറത്തിങ്കൽ പോയി ആഗ്രഹ സഫലീകരണത്തിന് പോയാൽ അവൻ മുശ്രിക്കാണ്, അവൻ കാഫിറാണ്, അവൻ ജൂതനാണ്, അവൻ ക്രിസ്ത്യാനിയാണ്. മഅദല്ലാഹ്. ഷാഫി ഇമാം ക്രിസ്ത്യാനിയായോ? ഷാഫി ഇമാം മുശ്രിക്കായോ? നിങ്ങൾ ഏത് സലഫിനെയാണ് നിങ്ങൾ പിന്തുടരുന്നത്? നിങ്ങൾ സലഫി എന്ന പേരിട്ടത് കൊണ്ട് മാത്രം അവര് സഹോദരന്മാരെ സലഫിയാകൂല. ഷാഫി ഇമാം പഠിപ്പിക്കുന്ന തൗഹീദാണിത്. നിങ്ങൾക്കറിയോ, ഇമാം അബൂ ഹനീഫ മദ്ഹബിന്റെ ഇമാമുകളിൽ 1-ാമത്തവർ, ആരംഭ റസൂലിന്റെ ജാറത്തിങ്കലെത്തിയിട്ട് പറയുന്നത് എന്താ? അവിടെ സിയാറത്തിന് ചെന്നപ്പോ പറഞ്ഞു, നബിയേ യാ സയ്യിദ സാദാത്തി ജിഅ്തുക ഖാസിദാ, നബിയേ ഞാൻ അങ്ങയെ ഉദ്ദേശിച്ചു വന്നതാണ് നബിയേ. എന്താണ് എനിക്ക് എന്റെ ആഗ്രഹം? അർജു റിളാക വഅഹ്തമി ബിഹിമാക, ഞാൻ അങ്ങയുടെ പൊരുത്തം തേടുന്നു നബിയേ, ഞാൻ അങ്ങയുടെ തൃപ്തി കാംക്ഷിക്കുന്നു നബിയേ. അബൂ ഹനീഫ ഇമാം മുശ്രിക്കായോ കാഫിറായോ? നിങ്ങൾ ചിന്തിക്കണം. ഇമാം മാലിക് തങ്ങൾ മദ്ഹബിന്റെ ഇമാമുകളിൽപ്പെട്ടവരല്ലേ? 2-ാമത്തെ ഇമാമല്ലേ? അദ്ദേഹത്തോട് ഭരണാധികാരിയായ ഖലീഫ വന്നുകൊണ്ട് ചോദിക്കുന്നു. എന്താ ചോദിക്കുന്നത്? അബൂ മൻസൂർ എന്ന് പറയുന്ന അവിടുത്തെ ഭരണാധികാരി വന്ന് ചോദിക്കുന്നു. ദീർഘമായ ചർച്ചയാണ്. അവസാനം അയാൾ ചോദിച്ചു, അല്ല ഇമാം മാലികേ, ഞാൻ ഇവിടെ വെച്ച് ദുആ ചെയ്യുമ്പോ അസ്തഖ്ബിലു റസൂലല്ലാഹി വഅദഉ അം അസ്തദ്ബിറു അം അസ്തഖ്ബിലുൽ ഖിബ്ലത,
ഞാൻ കഅബയിലേക്ക് തിരിയണോ, കിബിലയിലേക്ക് തിരിയണോ, അതല്ല റസൂലിലേക്ക് തിരിയണോ? മദീനയിൽ പോയവർക്കറിയാലോ, റസൂലിലേക്ക് തിരിഞ്ഞാൽ നമ്മുടെ പിൻഭാഗം കഅബയിലേക്കായിരിക്കും, കിബിലയിലേക്ക് തിരിഞ്ഞാലോ നമ്മുടെ പിൻഭാഗം റസൂലുള്ളാഹിയിലേക്കായിരിക്കും. ഞാൻ എങ്ങോട്ടാ തിരിയേണ്ടത്? ഇമാം മാലിക്കിനോട് ചോദിക്കുമ്പോ മാലിക് ഇമാം പറയുന്ന മറുപടി എന്താ? ലിമ തസ്രിഫു വജ്ഹക അൻഹു, ആരംഭ റസൂലിനെ തൊട്ട് നിങ്ങൾ എന്തിനാണ് മുഖം തിരിക്കുന്നത്? വഹുവ വസീലതുക വവസീലതു അബീക ആദം അലൈഹിസ്സലാം, നിങ്ങളുടെയും നിങ്ങളുടെ ആദ്യ പിതാവ് ആദം നബിയുടെയും മധ്യവർത്തിയാണല്ലോ ആരംഭ റസൂലുള്ളാഹി. അതുകൊണ്ട് റസൂലിലേക്ക് തിരിഞ്ഞോളൂ. ബൽ ഇസ്തഖ്ബിൽഹു, റസൂലിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിച്ചോളൂ. വസ്തശ്ഫിഉ ബിഹി, റസൂലിനോട് ശഫാഅത്ത് തേടിക്കോളൂ. മാലിക് ഇമാം പറയുന്നു. കേരളത്തിലെ മുജാഹിദ് പറയുന്നതോ അത് ശിർക്കാണ്, അവൻ ജൂതനാണ്, അവൻ ക്രിസ്ത്യാനിയാണ്. നമ്മൾ ആരെ പിന്തുടരണം? ഏത് സലഫാ നിങ്ങളെ കൂടെ ഉള്ളത്? എനിക്കറിയാൻ താല്പര്യമുണ്ട്. കഴിഞ്ഞോ സഹോദരന്മാരെ? ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ ആരാ? 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള പണ്ഡിതൻ. ഇവരുടെ നേതാവ് ഇബ്നു തൈമിയ, അവർ ഇമാമായി അംഗീകരിച്ച പണ്ഡിതൻ, ഹജ്ജിന് പോവുകയാണ്. അദ്ദേഹം 3 തവണ ഹജ്ജിന് നടന്നു പോകുന്നു. ഒരു തവണ നടന്നു പോകുമ്പോ വഴിതെറ്റി. മഹാൻ തന്നെ പറയുന്നു, ഹാഫിദ് ഇബ്നു കസീർ രേഖപ്പെടുത്തി വെക്കുന്നു, ഞാൻ ചില യാത്രയിൽ അനിത്വരീഖി, ഞാൻ ചില യാത്രയിൽ വഴിതെറ്റി. വാനമാശി നടക്കുകയാണ്, വഴി അറിയാൻ ഒരു മാർഗവുമില്ല, തനിച്ചാണ്, ഒരു സഹായവും അവിടെ ഇല്ല. ഫജഅൽതു അഖൂലു, വഴി കിട്ടാത്ത ഞാൻ പറഞ്ഞതെന്താ? യാ ഇബാദല്ലാഹി ദുല്ലൂനി അല ത്വരീഖ്, യാ ഇബാദല്ലാഹി ദുല്ലൂനി അല ത്വരീഖ്, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരെ, അല്ലാഹുവിന്റെ അടിയാറുകളെ, എനിക്ക് വഴി അറിയിച്ചു തരണമേ. ഇസ്തിഗാസ ചെയ്യുന്നു. മുജാഹിദുകളുടെ ഭാഷയിൽ കൊടിയ ശിർക്ക്. അഹ്മദ് ബിൻ ഹംബൽ മുശ്രിക്കായോ കാഫിറായോ? എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ ഏത് സലഫിന്റെ കൂടെയാ ഉള്ളത്? മുജാഹിദ് പ്രസ്ഥാനം സഹോദര നിങ്ങളെ പറഞ്ഞു പറ്റിച്ചിരിക്കുന്നു. മുജാഹിദ് പ്രവർത്തകരെ സാധാരണക്കാരായ മുഴുവൻ മുജാഹിദുകളെയും പറ്റിച്ചിരിക്കുന്നു. സ്വഹാബത്ത് പഠിപ്പിച്ച തൗഹീദല്ല മുജാഹിദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സ്വഹാബത്ത് പഠിപ്പിച്ച ഇസ്ലാമല്ല കേരളത്തിലെ വഹാബികൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. നോക്ക് നിങ്ങൾ, ഹിജ്റ 346 വഫാത്തായ അല്ലാമ മസ്ഊദി എഴുതിയ ഗ്രന്ഥമാണിത്, മുറൂജുസ് ദഹബ്. നിങ്ങൾ ഓർക്കണം, 1100 കൊല്ലം മുമ്പ് രചിക്കപ്പെട്ട കിതാബ്. അതിൽ രേഖപ്പെടുത്തി വെച്ച ഒരു സംഭവമുണ്ട്. എന്താ? മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മദീനയിലേക്ക് ഒരു ഗവർണറെ നിശ്ചയിക്കുന്നു. സിയാദ് എന്ന് പറയുന്ന ഒരു ഗവർണറെ നിശ്ചയിക്കുന്നു. ആ ഗവർണർ അങ്ങേയറ്റം ക്രൂരനാണ്, അക്രമകാരിയാണ്. അവർക്കെല്ലാവർക്കും അറിയാം. അയാളുടെ ശർറ് ഇല്ലാതെയാവാനുള്ള പരിഹാരം എന്താ? സ്വഹാബത്ത് മുശാവറ ചെയ്യുന്നു, കൂടിയാലോചിക്കുന്നു. മദീനയിലുള്ള മുഴുവൻ ആളുകളും അവിടെ കൂടിയാലോചന ചെയ്തെടുത്ത തീരുമാനം എന്താ? ഞാൻ പറയുന്നില്ല. ഹിജ്റ 346 വഫാത്തായ അല്ലാമ മസ്ഊദി 1100 കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയ പണ്ഡിതൻ എഴുതിയ ഗ്രന്ഥമാണിത്. സമസ്തയുടെ നേതാക്കൾ എഴുതിയതല്ല. അതിലെന്താ പറയുന്നത്? ഫജ്തമഅ സ്വഗീറു വൽ കബീറു ബിമസ്ജിദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിലുള്ള സ്വഹാബികൾ, അവിടെയുള്ള താബിഉകൾ, അവിടെയുള്ള കുട്ടികൾ, അവിടെയുള്ള മുതിർന്നവർ എല്ലാവരും ഒരുമിച്ച് കൂടുന്നു. എവിടെ? ആരംഭ റസൂലിന്റെ മദീനത്തെ പള്ളിയിൽ. ബിമസ്ജിദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അക്രമകാരിയായ ഗവർണറുടെ ശല്യം ഒഴിവായി കിട്ടാൻ അവർ സ്വീകരിച്ച നിലപാട് നിങ്ങൾ ഓർക്കണം. മദീനത്തെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയാണ്. വവജ്ജു ഇലല്ലാഹി, അല്ലാഹുവിലേക്ക് അവർ താഴ്മ ചെയ്യുന്നു. എന്നിട്ടോ വലാദു ബിഖബ്രിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനത്തെ പള്ളിയിൽ ഒരു ഭാഗത്തുള്ള ആരംഭ റസൂലിന്റെ ഖബർ ഷരീഫിനെ അഭയ കേന്ദ്രമാക്കി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ആരംഭ റസൂലിന്റെ ജാറത്തിനെ അഭയ കേന്ദ്രമാക്കി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ചിന്തിക്കണം, 3 ദിവസം സ്വഹാബത്ത് ചെയ്തു. എന്തുണ്ടായി അതിന്റെ ഫലം? ആ ഭരണാധികാരി, ആ ഗവർണറുടെ കയ്യിൽ മുഴ പൊന്തി, അത് ക്യാൻസറായി.
വൈകാതെ അയാൾ മരണപ്പെട്ടു. ചരിത്രം രേഖപ്പെടുത്തി വെക്കുന്നു. കേരളത്തിലെ മുജാഹിദ് പറയുന്നതോ ഉദ്ദേശ സാഫല്യത്തിന് ജാറത്തിങ്കലിൽ പോയാൽ അവൻ ജൂതനാണ്, ക്രിസ്ത്യാനിയാണ്, അവൻ മുശ്രിക്കാണ് എന്ന് പറഞ്ഞെങ്കിൽ ഈ സ്വഹാബികളൊക്കെ മുശ്രിക്കായോ? ഇവരൊക്കെ കാഫിറായോ? താബിഈകളൊക്കെ ഇസ്ലാം നിന്ന് പുറത്തു പോയോ? ഈ സംഭവത്തിന് നേതൃത്വം കൊടുത്തത് ആരാണെന്ന് അറിയുമോ? സിമത്തുർ നുജൂം നോക്കിക്കോ, കിതാബു സ്വില നോക്കിക്കോ, കാണാം അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്ന സ്വഹാബി വര്യൻ, മുത്തബിഉ സുന്ന എന്ന ഖ്യാതി നേടിയ സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു ഉമറാണ് ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്തത്. പറയൂ, നിങ്ങൾ ഇവരൊക്കെ മുശ്രിക്കാണോ? നിങ്ങൾ സലഫ് പേരിന് ചൊർക്ക് നല്ല ഭംഗിക്ക് നല്ലതാ പറയാൻ. പക്ഷെ ആചാരങ്ങളിൽ സലഫു സ്വാലിഹികൾ ചെയ്ത ഒരെണ്ണം ഇല്ലേ ഇല്ല. കേരളത്തിലെ മുജാഹിദ് ചെയ്യുന്നില്ല. ഒരു സാമ്പിളിന് ഒന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഏതെടുത്താലും അങ്ങനെയാണ്. ഇനി നിസ്കാരം വെള്ളിയാഴ്ച നിർവഹിക്കുന്ന ജുമുഅ ഖുതുബ മലയാളത്തിൽ അറബിയല്ലാത്ത ഭാഷയിൽ ഇല്ല, സലഫു സ്വാലിഹികൾ ചെയ്തിട്ടില്ല. 1300 കൊല്ലക്കാലം ചെയ്തിട്ടില്ല. സ്ത്രീകളെ ജുമുഅ ജമാഅത്ത് എടുത്തോളൂ. വീട്ടിലും ഉത്തമമാണെന്ന് പഠിപ്പിച്ച ഇസ്ലാമിക ദീപത്തെ മറികടന്നുകൊണ്ട് സ്ത്രീകളെ പള്ളിയിലേക്ക് ആട്ടി തെളിയിച്ചു കൊണ്ടുപോയ സംഭവം ഇല്ലേ ഇല്ല. സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല, താബിഈ പഠിപ്പിച്ചിട്ടില്ല, ആരും പഠിപ്പിച്ചിട്ടില്ല. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. വെള്ളിയാഴ്ച ജുമുഅക്ക് മുമ്പുള്ള, വെള്ളിയാഴ്ച നിർവഹിക്കുന്ന ഖുത്ബയുടെ മുമ്പുള്ള 2ാം ബാങ്ക് നിങ്ങൾക്കറിയോ? സലഫുകളുടെ രീതി എന്താ? സ്വഹാബികളല്ലേ സലഫിൽ പ്രധാനി. ഉസ്മാനു ഫിൽ ജന്ന, ആരംഭ റസൂൽ പഠിപ്പിച്ച ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 2ാം ബാങ്ക് കൊടുത്ത് ഇതാ ജനങ്ങൾ വർദ്ധിച്ചപ്പോ 2ാം ബാങ്ക് കൊടുക്കുന്നു. സ്വഹീഹുൽ ബുഖാരി നോക്കിക്കോ, 916 നമ്പർ ഹദീസ് എടുത്ത് പരിശോധിച്ചാൽ കാണാം, അവിടെ കൊടുക്കുന്നു ഫസബത്തൽ അംറു അലാ ദാലിക. മുസ്ലിം ലോകത്ത് അത് സ്ഥിരപ്പെട്ടു കഴിഞ്ഞു പോയി. എല്ലാവരും ചെയ്യുന്നത് അങ്ങനെയാണ്. മക്കയിൽ അങ്ങനെയാണ്, മദീനയിൽ അങ്ങനെയാണ്, സൗദി അറേബ്യയിൽ അങ്ങനെയാണ്, മിസ്രിൽ അങ്ങനെയാണ്, ഇന്തോനേഷ്യയിൽ അങ്ങനെയാണ്, ഫലസ്തീനിൽ അങ്ങനെയാണ്, ജോർദാനിൽ അങ്ങനെയാണ്, UAE അങ്ങനെയാണ്, ബഹ്റൈനിലും ഖത്തറിലും ഒമാനിലും ഈ പറഞ്ഞ 10 രാഷ്ട്രങ്ങളോളം ഉണ്ട്. ഞാൻ തന്നെ പോയത്, എനിക്കറിയാം. അവിടെയൊക്കെ ജുമുഅക്ക് മുമ്പ് ഖുതുബയുടെ മുമ്പ് 2ാം ബാങ്കുണ്ട്. 2 ബാങ്കാണ്. കേരളത്തിലെ മുജാഹിദുകൾ ഞങ്ങൾ സലഫുകളാണ് എന്ന് പറഞ്ഞ് നടന്നാ പോരാ. അവർ ചെയ്ത പഠിപ്പിച്ച ആചാരം കൈയൊടിച്ചവരാണ്. മുജാഹിദ് പറയുന്നത് എന്താ? ആ ബാങ്ക് കൊടുത്തവൻ നരകത്തിലേക്ക് പോകുന്നവരാണ്. അത് അനാചാരാണ്. അത് അനാചാരം ചെയ്താലോ നരകത്തേക്ക് പോകും. അപ്പൊ ആരൊക്കെ നരകത്തേക്ക് പോകേണ്ടി വരും? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നരകത്തിലേക്ക് പോകേണ്ടി വരും. അതിന് അംഗീകാരം കൊടുത്ത പരശതം സ്വഹാബികൾ നരകത്തിലേക്ക് പോകേണ്ടി വരും. താബിഈകൾ ഏതായാലും അവർ നരകത്തിൽ തന്നെ. മദ്ഹബിന്റെ ഇമാമുകളും 1350 കൊല്ലം ജീവിച്ച ഇമാമുകളൊക്കെ, മുസ്ലിമീകളൊക്കെ നരകത്തിലേക്ക് പോകേണ്ടി വരും. ഏത് സലഫാ നിങ്ങളുടെ കൂടെ ഉള്ളത്? തൊള്ളക്ക് നല്ല സുഖാണത് പറയാൻ, ഉറക്ക് കിട്ടാനും സമാധാനാണ്. പക്ഷേ പ്രമാണങ്ങളെ കൊണ്ട് തെളിയിക്കാൻ കഴിയില്ല. ഏത് വിഷയമെടുത്തോളൂ, പൂർവീകർ പഠിപ്പിച്ച പാരമ്പര്യവും ആ പൈതൃകവും അത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ കൂടെയാണ്. ഞങ്ങൾ സലഫികളാണ്, നിങ്ങൾ സലഫി നഗർന്ന് ബോർഡ് വെക്കാം. അതല്ലാതെ സലഫ് എന്ന് പറയുന്ന സലഫുകൾ ചെയ്ത പ്രവർത്തനവുമായി ഒരു ബന്ധവും നിങ്ങൾക്കില്ലേ ഇല്ല. നിങ്ങളെ ചോദ്യകർത്താവിനെയും സാധുക്കളായ വിവരമില്ലാത്ത സാധാരണക്കാരായ മുജാഹിദുകളെയും ഈ മൗലവിമാർ പറ്റിച്ചതാണ്. നിങ്ങൾ ഒറ്റപ്പെടുന്നതിന് മുമ്പ് രക്ഷപ്പെടണം എന്നാണ് നിങ്ങളോടും എല്ലാ മുജാഹിദുകളോടും ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്.